ഹായ് കൂട്ടുകാരെ, ഷാലോം. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ ഇന്നു മുതൽ സദൃശവാക്യങ്ങളെ പറ്റി പഠിക്കാമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന്. ആദ്യം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വർഷങ്ങളായിട്ട് ഈ സദൃശവാക്യങ്ങളൊക്കെ വായിക്കുമായിരുന്നു. ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ആഴം മനസ്സിലാക്കിയത് ഇപ്പം ഒരടുത്ത കാലത്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ പാസ്റ്റർ പറയും, നിങ്ങൾ ഒരു മന്തിൽ 1 to 31 days ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ സദൃശ്യവാക്യങ്ങൾ ഓരോ ചാപ്റ്റർ വീതം വായിക്കുക. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും സദൃശ്യവാക്യങ്ങൾ വായിക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പം അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം, എന്തൊഴിവാക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം, ഇതിനെയൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സദൃശവാക്യങ്ങളിനകത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പുസ്തകത്തിൻ്റെ ആഴം എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പല തെറ്റായ തീരുമാനങ്ങളും ഞാൻ ഒഴിവാക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും സദൃശ്യവാക്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണം. ഇത് വെറും ജ്ഞാനത്തിൻ്റെ പുസ്തകമല്ല, ദൈവം തൻ്റെ മക്കളെ ദിവസേന എങ്ങനെ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു വഴികാട്ടിയാണ്. ഇന്നത്തെ വാക്യം സദൃശവാക്യങ്ങൾ 1:7. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഇവിടെ യഹോവ ഭക്തി എന്ന് പറയുന്നത് വെറും ആരാധനയല്ല, ദൈവത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവൻ്റെ വചനത്തിന് കീഴടങ്ങി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ്. അത്തരം ജീവിതത്തിലാണ് യഥാർത്ഥ ജ്ഞാനം ആരംഭിക്കുന്നത്. നമ്മൾ എത്ര അറിവുള്ളവരായാലും ദൈവത്തിൻ്റെ ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പുസ്തകം ജ്ഞാനത്തിൻ്റെ തുടക്കം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കാറുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയെ ബഹുമാനിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷാലോം.